പ്രിയപ്പെട്ട വിദ്യാർത്ഥികൾ, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളുടെ ജോമെട്രിക് ഡയഗ്രാംസിലെ ജാമിതീയ ഡയഗ്രാംസിലെ രണ്ടാമത്തെ ഭാഗം പൈ ഡയഗ്രാം, മലയാളത്തിൽ അതിനെ വൃത്താരേഖങ്ങൾ എന്ന് പറയാറുണ്ട്. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ വൃത്താരേഖങ്ങൾ എന്ന് വരയ്ക്കാൻ പറയാറുണ്ട്. എങ്കിലും ഞങ്ങൾ പൈ ഡയഗ്രാം എന്ന് മെയിൻ ആയിട്ട് പഠിച്ചാൽ മതി. കാരണം ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിലും മലയാളത്തിലുള്ളതുകൊണ്ട് നിങ്ങൾക്ക് മലയാളത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇംഗ്ലീഷും കൂടി ഒന്ന് വായിച്ചു നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ പൈ ഡയഗ്രാം എങ്ങനെയാണ് പൈ ഡയഗ്രാം, അല്ലെങ്കിൽ എന്താണ് പൈ ഡയഗ്രാം, അത് എങ്ങനെയാണ് ഉപയോഗിക്കുക, ഇതാണ് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ട് എന്താ പൈ ഡയഗ്രാം ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. അത് നോക്ക്. പൈ ഡയഗ്രാംസ് ആർ വെരി പോപ്പുലർലി യൂസ്ഡ് ടു ഷോ പെർസെന്റേജ് ബ്രേക്ക് ഡൗൺസ്. അപ്പോ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത്? നിങ്ങൾ എല്ലായിടത്തും കാണുന്ന ഒരു ഡയഗ്രാമാണ് പൈ ഡയഗ്രാം എന്ന്. വളരെ വ്യാപകമായിട്ട് വളരെ പോപ്പുലർ ആണ് പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് പൈ ഡയഗ്രാം ഉപയോഗിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? Pie diagrams are very popularly used to show percentage breakdowns. ശതമാനക്കണക്കിലുള്ള വിഭാഗത്തെ സൂചിപ്പിക്കുന്നതിനാണ് വളരെ സാമാന്യമായിട്ട് വളരെ കൂടുതലായിട്ട് ആരെ ഉപയോഗിക്കുന്നത്? പൈ ഡയഗ്രാംസിനെ ഉപയോഗിക്കുന്നത്. അപ്പൊ ശതമാനക്കണക്കിലുള്ള വിഭാഗത്തെ സൂചിപ്പിക്കുന്നതിന് അതിനാണ് പെർസെന്റേജ് ബ്രേക്ക് ഡൗൺസ് എന്ന് പറയുന്നത്. ശതമാനക്കണക്കിലുള്ള വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട്, അഥവാ ശതമാനമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പൊ ശതമാനത്തിൽ കണക്കിലുള്ള വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വളരെ പോപ്പുലർ ആയിട്ട് വളരെ വ്യാപകമായിട്ട് ആരെ ഉപയോഗിക്കുന്നത്? പൈ ഡയഗ്രങ്ങളെ ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ശതമാനക്കണക്കിലുള്ള വിഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതിന് വളരെ കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് ഇതെന്ന് പറയുന്നത് പൈ ഡയഗ്രാം. പൈ ഡയഗ്രാംസ് ആർ വെരി പോപ്പുലർലി യൂസ്ഡ് ടു ഷോ പെർസെന്റേജ് ബ്രേക്ക് ഡൗൺസ്. ഇതിനടുത്തത് എന്താ കൊടുത്തുള്ളത് നോക്കൂ. ദേ ആർ യൂസ്ഡ് when the aggregate and their divisions to be shown together. നോടി വായിക്കാണ്. They are used when the aggregate എന്ന് പറഞ്ഞാൽ മൊത്തം ടോട്ടൽ, and their divisions എന്നിട്ട് അതിന്റെ വിഭാഗങ്ങൾ വിഭാഗങ്ങൾ to be shown together ഒരുമിച്ച് കാണിക്കുക. അതായത് മൊത്തവും അവയുടെ വിഭാഗവും ഒന്നിച്ച് കാണിക്കേണ്ടി വരുമ്പോഴാണ് എന്തുപയോഗിക്കുന്നത്? പൈ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. മൊത്തം എന്ന് പറഞ്ഞാൽ വൃത്തമായിരിക്കും മൊത്തം. എന്നിട്ട് ആ വൃത്തത്തിനുള്ളിൽ ഓരോ വിഭാഗത്തെയും സൂചിപ്പിക്കും. അപ്പൊ മൊത്തവും വിഭാഗവും ഒരുമിച്ച് സൂചിപ്പിക്കുമ്പോഴാണ്, അതായത് അഗ്രിഗേറ്റും അവയുടെ ഡിവിഷനും ഒരുമിച്ച് ഷോൺ ചെയ്യുമ്പോൾ, ഒരുമിച്ച് കാണിക്കുമ്പോഴാണ് എന്തുപയോഗിക്കുന്നത്? പൈ ഡയഗ്രാം ഉപയോഗിക്കുന്നത്. Then the aggregate is shown by means of a circle. അപ്പൊ അഗ്രിഗേറ്റ് ടോട്ടൽ മൊത്തം എങ്ങനെ കാണിക്കും? മൊത്തത്തെ ഒരു വൃത്തത്തിലാണ് സൂചിപ്പിക്കുന്നത്. അപ്പൊ വൃത്തം മൊത്തമാണ്, ടോട്ടലാണ്. ആൻഡ് ദി ഡിവിഷൻസ് ബൈ ദി സെക്ടർ ഓഫ് ദി സർക്കിൾ. എന്നിട്ട് അതിന്റെ വിഭാഗത്തെ ഖണ്ഡങ്ങളിലൂടെ കാണിക്കും. ഓരോ ഖണ്ഡങ്ങളായിട്ട് മുറിച്ച് കാണിക്കും. അങ്ങനെയാണ് എന്ത് കാണിക്കുന്നത്? പൈ ഡയഗ്രാം കാണിക്കുന്നത്. അപ്പൊ മൊത്തത്തെ സർക്കിളായിട്ടും അതിലെ വിഭാഗങ്ങളെ ഓരോ സർക്കിളിന്റെ ഓരോ ഖണ്ഡങ്ങളായിട്ടും എന്ത് ചെയ്യുന്നു? ഇവിടെ കാണിക്കുന്നു. ഇതാണ് പൈ ഡയഗ്രാം എന്ന് പറയുന്നത്. വളരെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നതാണ്. നമ്മുടെ എക്സാമിൽ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനുകളിൽ ഒന്നാണ്. അപ്പൊ അത് എങ്ങനെയാണ് നിർമ്മിക്കുക എന്നുള്ളതാണ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പൊ അതിന്റെ സ്റ്റെപ്സ്, ഘട്ടങ്ങൾ എന്തൊക്കെയാണ് ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിക്കുക. ഒന്നാമത്തത്, വേരിയസ് കോമ്പണന്റ്സ് ആർ ഫസ്റ്റ് എക്സ്പ്രസ്ഡ് ആസ് പെർസെന്റേജസ്. അപ്പൊ എന്ത് ചെയ്യണം? വിവിധ ഘടകങ്ങളെ ശതമാനത്തിലാക്കി കാണിക്കണം. വേരിയസ് കോമ്പണന്റ്സ് ആർ ഫസ്റ്റ് എക്സ്പ്രസ്ഡ് ആസ് പെർസെന്റേജ്. വിവിധ വിഭാഗങ്ങളെ എന്താക്കണം? ശതമാനക്കണക്കിലാക്കണം. അപ്പൊ ശതമാനം കണ്ടുപിടിക്കണം. ഓരോ വിഭാഗത്തിന്റെയും എന്ത് കണ്ടുപിടിക്കണം? ശതമാനം കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ ഈ ശതമാനം കണ്ടുപിടിക്കാം? ശതമാനം കണ്ടുപിടിക്കുന്നതിന് വളരെ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് ഇതാണ്. ശതമാനം ഇസ് ഈക്വൽ ടു പെർസെന്റേജ് ഇസ് ഈക്വൽ ടു ഗിവൺ. ഗിവൺ എന്ന് പറഞ്ഞാൽ ഉള്ളത് അല്ലെങ്കിൽ തന്നത് എന്നർത്ഥം. ഓക്കെ, ഗിവൺ ഡിവൈഡഡ് ബൈ ടോട്ടൽ മൊത്തം ഇൻറ്റു 100. ഇതിനെ ഡിവൈഡ് ചെയ്തിട്ട് 100 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? പെർസെന്റേജ് കിട്ടും. അപ്പൊ ഗിവൺ ഉള്ളത് ബൈ 100, ഗിവൺ ബൈ ടോട്ടൽ ഉള്ളത് ബൈ ആകെ ഇൻറ്റു 100. ഗിവൺ ബൈ ടോട്ടൽ ഇൻറ്റു 100. ഉള്ളത് ബൈ ആകെ ഇൻറ്റു 100 എന്ന് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ശതമാനം കണ്ടുപിടിക്കാം. അപ്പൊ ഏതിന്റെയും ശതമാനം നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അപ്പൊ അതിന് രണ്ട് കാര്യങ്ങൾ, തന്നത് എന്താന്ന് ഉള്ളത് അറിയണം, ടോട്ടൽ എത്രയെന്ന് അറിയണം. ഇത് രണ്ടും തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? പെർസെന്റേജ് കണ്ടുപിടിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്ക് 50 മാർക്കിന്റെ എക്സാമിൽ 30 മാർക്ക് കിട്ടി. 50 മാർക്കിന്റെ എക്സാമിൽ നിങ്ങൾക്ക് 30 മാർക്ക് കിട്ടി. അപ്പൊ നിങ്ങളുടെ ശതമാനം എത്രയാണ്?
അപ്പൊ ടോട്ടൽ എത്ര മാർക്കാണ്? 50 മാർക്ക്. അപ്പൊ ടോട്ടൽ എഴുതി, മൊത്തം മാർക്ക് എത്രയെന്ന് എഴുതി? 50 ആണ്. അതിന്റെ മുകളിൽ നിങ്ങൾക്ക് തന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉള്ളത് എത്രയാ? 30 മാർക്ക് ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ഇത് ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയാ പെർസെന്റേജ് എന്ന് കിട്ടും? ഓക്കെ, എത്രയാ പെർസെന്റേജ് എന്ന് കിട്ടും? 30/50 എന്ന് പറഞ്ഞാൽ 0.6 കിട്ടും. 0.6 into 100 is equal to 60. അപ്പൊ നിങ്ങളുടെ ശതമാനം എത്രയാ? 60% മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഉള്ളത് ബൈ ആകെ ഇൻറ്റു 100 ഗിവൺ ബൈ ടോട്ടൽ ഇൻറ്റു 100 ചെയ്താൽ നിങ്ങൾക്ക് ഏത് കണ്ടുപിടിക്കാൻ പറ്റും? ശതമാനം കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു, വേരിയസ് കോമ്പണന്റ്സ് ആർ ഫസ്റ്റ് എക്സ്പ്രസ്ഡ് ആസ് പെർസെന്റേജസ്. വിവിധ വിഭാഗങ്ങളെ ശതമാനത്തിലാക്കി കാണിക്കുന്നു. ഇനി രണ്ടാമത്തത്, then the percentages are multiplied by 3.6. ഈ പെർസെന്റേജ് കിട്ടിയ പെർസെന്റേജ് കണ്ടുപിടിക്കാന്ന് പറഞ്ഞു. ഈ തന്ന പെർസെന്റേജിനെ എന്തുകൊണ്ട് ഗുണിക്കുക? 3.6 കൊണ്ട്, 3.6 കൊണ്ട് ഗുണിക്കുക. The percentages are multiplied by 3.6. അപ്പൊ ആ പെർസെന്റേജുകളെ ശതമാനത്തെ, തന്നിരിക്കുന്ന ശതമാനത്തെ എന്ത് ചെയ്യാം? 3.6 കൊണ്ട് ഗുണിക്കുക. തന്നിരിക്കുന്ന ശതമാനത്തെ എന്ത് ചെയ്യണം? 3.6 കൊണ്ട് ഗുണിക്കണം. 3.6 കൊണ്ട് എന്ത് ചെയ്യണം? ഗുണിക്കണം. ഇതാണ് നമുക്ക് അടുത്തതായിട്ട് ചെയ്യാനുള്ളത്. 3.6 കൊണ്ട് ഗുണിക്കണം. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞാൽ അപ്പൊ അങ്ങനെ 3.6 കൊണ്ട് ഗുണിച്ചാൽ ഈ ശതമാനത്തെ നമ്മൾ കണ്ടുപിടിച്ച ശതമാനത്തെ 3.6 കൊണ്ട് ഗുണിച്ചാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സോ വി ഗെറ്റ് ആംഗിൾ ഫോർ ഈച്ച് കോമ്പണൻസ്. ഓരോ വിഭാഗത്തിന്റെയും കോണ് കിട്ടും. ആംഗിൾ, കോൺ എത്രയാന്നുള്ളത് കിട്ടും. കാരണം നമ്മൾ വരയ്ക്കാൻ പോകുന്ന വൃത്തമായതുകൊണ്ട് വൃത്തത്തില് കോണളവാണുള്ളത്. അപ്പൊ എത്രയാണ് കോണ്, ആംഗിൾ എത്രയാന്ന് കിട്ടും. അപ്പൊ ഓരോ ശതമാനത്തെയും 3.6 കൊണ്ട് ഗുണിക്കുക. അതുവഴി നമുക്ക് കോണളവ് ലഭിക്കും. ഓരോ വിഭാഗത്തിന്റെയും എന്ത് ലഭിക്കും? കോണളവ് ലഭിക്കും. ദെൻ മൂന്നാമത്തത്, the sectors are arranged according to size. എന്നിട്ട് ഓരോ ഖണ്ഡങ്ങളെയും എന്ത് ചെയ്യണം? വലുപ്പമനുസരിച്ച് വിന്യസിക്കണം. Sectors are arranged according to size. ഓരോ ഖണ്ഡങ്ങളെയും എങ്ങനെ വിന്യസിക്കണം? വലുപ്പത്തിനനുസരിച്ച്. അതായത് ഏറ്റവും വലിയ പെർസെന്റേജ് ആദ്യത്തെ ഖണ്ഡത്തിൽ കൊടുക്കണം. ദെൻ രണ്ടാമത്തെ, മൂന്നാമത്തെ, ഏറ്റവും ചെറുതായിരിക്കും ലാസ്റ്റ് വരെ. അപ്പൊ വലുപ്പത്തിനനുസരിച്ച് ലാർജസ്റ്റ് മുതൽ, ഏറ്റവും വലുത് മുതൽ ഏറ്റവും ചെറുത് വരെ കാണിക്കണം. ഇങ്ങനെയാണ് ഒരു പൈ ഡയഗ്രാം വരയ്ക്കുക. ഇതാണ് പൈ ഡയഗ്രത്തിന്റെ സ്റ്റെപ്പ്. അപ്പൊ ആദ്യമായിട്ട് നിങ്ങൾ എന്ത് കണ്ടുപിടിക്കണം? പെർസെന്റേജ് കണ്ടുപിടിക്കണം. ആ പെർസെന്റേജിനെ 3.6 കൊണ്ട് ഗുണിക്കണം. അപ്പൊ കോണളവ്, ആംഗിൾ കിട്ടും. ആംഗിൾ ഉപയോഗിച്ചിട്ട് വൃത്തം വരച്ചിട്ട് ഓരോ സെക്ടേഴ്സ് ആയിട്ട് നിങ്ങൾ വരക്കണം. സെക്ടേഴ്സ് വരയ്ക്കുമ്പോൾ ഏറ്റവും വലുത് ആദ്യം വരയ്ക്കണം, എന്നിട്ട് ചെറുതിലേക്ക് അങ്ങനെ പോവാം. ഓക്കെ, അപ്പൊ ഇതെങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കല്ലോ ഇനി. ഓക്കെ, അപ്പൊ ചെയ്യുന്നതിന് മുൻപ് ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറഞ്ഞു തരാം. കുറച്ച് കാര്യങ്ങൾ ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണം. ഓക്കെ, എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇതിൽ വേണ്ടത്? വേണ്ട കാര്യങ്ങൾ, ഒന്ന്, എല്ലാവരുടെ കയ്യിലും കാൽക്കുലേറ്റർ ഉണ്ടായിരിക്കണം. ഇത് ചെയ്യണമെങ്കിൽ, കണക്ക് ചെയ്യണമെങ്കിൽ കാൽക്കുലേറ്റർ വേണം. അപ്പൊ കാൽക്കുലേറ്റർ, സ്കെയിൽ ഉണ്ടായിരിക്കണം, കോമ്പസ് ഉണ്ടായിരിക്കണം. അപ്പൊ കോമ്പസ് ഞാൻ ഇവിടെ എടുത്തിട്ടില്ല, കാരണം എന്താന്ന് വെച്ചാൽ ഇതിൽ കോമ്പസ് കുത്താൻ പറ്റില്ല. ഓക്കെ, അപ്പൊ അതുകൊണ്ട് കോമ്പസ് കയ്യിലുണ്ടായിരിക്കണം. പ്രൊട്രാക്ടർ എന്ന് പറയുന്ന ഈ ഒരു സാധനം കയ്യിലുണ്ടായിരിക്കണം. ഇത്രയും കാര്യങ്ങളും പെൻസിലും സ്കെയിലും ഒക്കെ ഉണ്ടെങ്കിലേ ഇത് കൃത്യമായിട്ട് എനിക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. എക്സാമിന് വരയ്ക്കണമെങ്കിലും ഈ സാധനങ്ങളൊക്കെ അവിടേക്ക് കൊണ്ടുപോകണം. ഓക്കെ, കോമ്പസും പ്രൊട്രാക്ടറും ഒക്കെ കൊണ്ടുപോയാലേ നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ ആദ്യമായിട്ട് ഇതിന്റെ ആദ്യത്തെ സ്റ്റെപ്പുകളിലേക്ക്, ആദ്യം ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യനിലേക്ക് വരികയാണ്. ശ്രദ്ധിച്ചോളൂ. ക്വസ്റ്റ്യൻ ഇതാണ്, ഡ്രോ എ പൈ ഡയഗ്രാം ഫോർ ദി ഫോളോവിംഗ് ഡാറ്റ. തന്നിരിക്കുന്ന ദത്തകൾക്ക് എന്ത് വരയ്ക്കണം? ഒരു വൃത്താരേഖം, പൈ ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ അതിന് കൊടുത്തിരിക്കുന്നത് എന്തൊക്കെയാ നോക്ക് നിങ്ങൾ. ഫാക്കൽറ്റി കൊടുത്തിട്ടുണ്ട്. ഫാക്കൽറ്റി കൊടുത്തിട്ടുണ്ട്. എന്താ ഫാക്കൽറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫാക്കൽറ്റികൾ എന്ന് പറഞ്ഞാല് അധ്യാപകർ എന്നുള്ള അർത്ഥത്തിലാണ് അത് കൊടുത്തിട്ടുള്ളത്. ഫാക്കൽറ്റി, അധ്യാപകർ. ഫാക്കൽറ്റി എന്ന് തന്നെ മലയാളത്തിൽ എഴുതിയാൽ മതി. ഫാക്കൽറ്റി, ദെൻ കുട്ടികളുടെ എണ്ണം, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. ഫാക്കൽറ്റി, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. അപ്പൊ സയൻസ്, ആർട്സ്, കൊമേഴ്സ്, ഈ വിഭാഗങ്ങളിൽ അധ്യാപകരുടെ എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ സയൻസ്, ആർട്സ്, കൊമേഴ്സ്, അവർ കോളേജിലേതാണ് കൊടുത്തിട്ടുള്ളത് എന്ന് മനസ്സിലായി. ഇപ്പൊ കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ് എത്രയെന്ന് കൊടുത്തിട്ടുണ്ട്. നമ്പർ ഓഫ് സ്റ്റുഡൻസ്, ഈ ഓരോ വിഭാഗങ്ങളിലും എത്ര കുട്ടികൾ ഉണ്ടെന്നും കൊടുത്തിട്ടുണ്ട്. 2100, 1010, 2390. ഓക്കെ, ഇതാണ് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ. ഇതിൽ ചിലപ്പോ ടോട്ടൽ എന്ന് പറയുന്ന ഒരു കോളം കൂടി ഇതിനൊപ്പം ഉണ്ടാവും. ഓക്കെ, ഇവിടെ ടോട്ടൽ എന്ന് പറയുന്നത് ഇതിൽ തന്നിട്ടില്ല. ഞാൻ എഴുതിയ ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. എങ്കിലും അധികം ക്വസ്റ്റ്യനിൽ ടോട്ടൽ തരാറുണ്ട്. ടോട്ടൽ വേണം നമുക്ക്.
അപ്പൊ എന്താ ചെയ്യേണ്ടത്? ടോട്ടൽ എടുക്കണമെങ്കിൽ ഇത് കൂട്ടിയാൽ മതി. ഓക്കെ, അത് തമ്മിലാണ് കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് ടോട്ടൽ കിട്ടും. ഇപ്പൊ കൂട്ടി നോക്ക് നിങ്ങൾ. 2100, 1010, 2390, അപ്പോ 5500 ടോട്ടൽ. ഓക്കെ, 5500 ടോട്ടൽ. അപ്പൊ ടോട്ടൽ കിട്ടല് നിർബന്ധമാണ്. ഓക്കെ, അത് തന്നിട്ടില്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ആ ക്വസ്റ്റ്യൻ ഉപയോഗിച്ചിട്ട് നിങ്ങൾ എന്ത് ആദ്യം കണ്ടുപിടിക്കണം? ടോട്ടൽ ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ടോട്ടൽ കണ്ടുപിടിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ തുടങ്ങാൻ. ഓക്കെ, പിന്നെ നമുക്ക് മറ്റുള്ളതിലേക്ക്. അപ്പൊ ഞാൻ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് 4 കോളം വരച്ചിട്ടുണ്ട്. ഒന്ന് ഇതിലെ 2 കോളം തന്നെയാണ് ഫാക്കൽറ്റി, നമ്പർ ഓഫ് സ്റ്റുഡൻസ്. മൂന്നാമത്തെ കോളം പെർസെന്റേജ് കണ്ടുപിടിക്കാനുള്ള കോളാണ്. പെർസെന്റേജ് കണ്ടുപിടിക്കണമെങ്കിൽ ഞാൻ പറഞ്ഞു ഈ ഒരു ഇക്വേഷൻ ആണ് ഉപയോഗിക്കേണ്ടത്. ഗിവൺ ബൈ ടോട്ടൽ ഇൻറ്റു 100. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആംഗിൾ, കോണളവ് കണ്ടുപിടിക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? പെർസെന്റേജ് ഇൻറ്റു 3.6. പെർസെന്റേജ് ഇൻറ്റു, ഇവിടെ ഞാൻ മുകളിൽ എഴുതിയിടുന്നുണ്ട്, പെർസെന്റേജിന് എന്ത് ചെയ്താൽ മതി? ഇൻറ്റു 3.6. പെർസെന്റേജിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 3.6 കൊണ്ട് ഗുണിച്ചാൽ നമുക്ക് ആംഗിൾ കിട്ടും. ഓക്കെ, അപ്പൊ ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പൊ ഞാൻ ആദ്യം തന്നിട്ടുള്ളത് അതിലേക്ക് എഴുതിയെടുക്കുകയാണ്. സയൻസ്, then ആർട്സ്, കൊമേഴ്സ്, then ടോട്ടൽ. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ സയൻസിലെ സ്റ്റുഡൻസിന്റെ എണ്ണം 2100, സയൻസിലെ സ്റ്റുഡൻസിന്റെ എണ്ണം 2100, ആർട്സിലേത് 1010, കൊമേഴ്സിലേത് 2390, ടോട്ടല് 5500. ഓക്കെ, അപ്പൊ ഞാൻ ഓരോന്നായിട്ട് ഡിവൈഡ് ചെയ്ത് വെച്ചു. ഓക്കെ, ഇനി എനിക്ക് ഇതിന്റെ പെർസെന്റേജ് കാണണം. ഓക്കെ, ഇനി ഇതിന്റെ പെർസെന്റേജ് കാണണം. അപ്പൊ എങ്ങനെ പെർസെന്റേജ് കാണാം? ഞാൻ പറഞ്ഞു ഗിവൺ ബൈ ടോട്ടൽ ഇൻറ്റു 100. ഇവിടെ ഗിവൺ സയൻസിൽ തന്നിട്ടുള്ള എത്ര? 2100, ടോട്ടൽ എത്ര? 5500. അപ്പോ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഗിവൺ ബൈ ടോട്ടൽ ഇൻറ്റു 100. അപ്പൊ ഗിവൺ 2100 ഡിവൈഡഡ് ബൈ ടോട്ടൽ 5500. ഇതിൽ 2100 ആണ് ഇവിടെ തന്നിട്ടുള്ളത്. 2100. അപ്പൊ മുകളിൽ എഴുതി ഗിവൺ തന്നിട്ടുള്ളത് 2100. ഇതിന്റെ ടോട്ടൽ എത്രയാ? 5500 ഇൻറ്റു 100. ഓക്കെ, ഇൻറ്റു 100. ഓക്കെ, അപ്പൊ ആൻസർ കിട്ടും ഇൻറ്റു 100. ഓക്കെ, അപ്പൊ നിങ്ങൾ ചെയ്തു നോക്കുക, കാൽക്കുലേറ്റർ എടുത്ത് ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടും. ഓക്കെ, അപ്പൊ ഞാനിവിടെ ചെയ്തു നോക്കുകയാണ്. 2100 ആണ് തന്നിട്ടുള്ളത്. ഗിവൺ 2100 ഡിവൈഡഡ് ബൈ 2100 ഡിവൈഡഡ് ബൈ 5500. ഓക്കെ, ഇൻറ്റു 100, 38.18. ഇതാണ് എനിക്ക് കിട്ടിയ ആൻസർ. ഓക്കെ, അപ്പൊ ഞാൻ ആൻസർ ഇവിടെ ഈ റെഡ് ഇങ്കിൽ എഴുതിയിട്ടിട്ടുണ്ട്, 38.18. ഇതാണ് എനിക്ക് കിട്ടിയ പെർസെന്റേജ്. ഒന്നാമത്തേതിന്റെ 38.18. ഓക്കെ, ഇനി രണ്ടാമത്തേൽ തന്നിട്ടുള്ള എത്രയും നോക്ക്, 1010 തന്നിട്ടുള്ളത്. 1010 ടോട്ടൽ നമുക്ക് നേരത്തെ തന്നെയാണ്. ടോട്ടൽ നമുക്ക് വാറെടുക്കേണ്ട ആവശ്യമില്ല, നേരത്തെ തന്നിട്ടുണ്ട് 5500. അപ്പൊ 1010 ഡിവൈഡഡ് ബൈ 5500 ഇൻറ്റു 100. ഓക്കെ, ഇൻറ്റു 100. അപ്പൊ ഞാൻ ചെയ്ത് നോക്കുകയാണ്. 1010 ഡിവൈഡഡ് ബൈ 5500. ഓക്കെ, ഇൻറ്റു 100. എനിക്ക് കിട്ടിയ ഉത്തരം 18.36 ആണ്. അപ്പൊ അത് ഞാൻ ഇവിടെ എഴുതി. ഓക്കെ, 18.36. ഈ 18 കഴിഞ്ഞതിന് ശേഷം ഒരുപാട് ദശാംശങ്ങൾ വരാറുണ്ട്. പക്ഷേ മാക്സിമം 2 ദശാംശം വരെ എടുത്താൽ മതി. ഓക്കെ, ഇപ്പൊ എനിക്ക് കിട്ടിയ ഉത്തരത്തിൽ 18.36363634 എന്നുണ്ട്. എനിക്കത് വേണ്ട. 18.36 ആ 2 സംഖ്യകളെ ഞാൻ എടുക്കുള്ളൂ, അതിനപ്പുറത്തേക്ക് എടുക്കേണ്ട. ഓക്കെ, ചിലതിന് നമ്മൾ വളരെ കുറവാണെങ്കിൽ നമ്മൾ സ്കിപ്പ് ചെയ്യാനും പറ്റും. ഇനി മൂന്നാമത്തും കൂടി നോക്കാം. മൂന്നാമത്തിന്റെ ശതമാനം കണ്ടുപിടിക്കാൻ തന്നിരിക്കുന്നത് 2390 ആണ്. ഓക്കെ, 2390 ഡിവൈഡഡ് ബൈ 5500 ഇൻറ്റു 100. അപ്പൊ ഞാനൊന്ന് ചെയ്തു നോക്കുകയാണ്. 2390 ഡിവൈഡഡ് ബൈ 5500 ഇൻറ്റു 100. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടിയ ആൻസർ 43.45 എന്നാണ്. 43.45.
ഓക്കെ. അപ്പൊ മൂന്നെണ്ണത്തിന്റെയും പെർസെന്റേജ് എന്ന് പറയുന്ന ഒന്നാമത്തെ ഘട്ടം, ഒന്നാമത്തെ സ്റ്റെപ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇനി പെർസെന്റേജ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്കത് കറക്റ്റ് ആണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ തന്നിരിക്കുന്ന നിങ്ങൾ എഴുതിയ പെർസെന്റേജ് ഒന്ന് കൂട്ടി നോക്കണം. ഓക്കെ. 38.18 പ്ലസ് 18.36 പ്ലസ് 43.45. എനിക്ക് കിട്ടുന്ന ഉത്തരം ഇതാണ് 99.99. 100% 0.1 കുറവുണ്ട്, പ്രശ്നമല്ല. ഓക്കെ. 99 വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഇതിലപ്പുറം 100ന്റെ മുകളിലൊക്കെ ആൻസർ കിട്ടുകയാണെങ്കിൽ അതിനർത്ഥത് തെറ്റാണെന്നാണ്. പെർസെന്റേജ് കണക്കാക്കിയത് തെറ്റാണ്. പെർസെന്റേജ് ശരിയാണോ നോക്കാൻ വേണ്ടിയിട്ട് ആ കിട്ടിയേക്കുന്ന പെർസെന്റേജ് പൂർണ്ണമായിട്ട് കൂട്ടി നോക്കുക. എന്നിട്ട് അത് എത്രയെന്ന് നോക്കിയാൽ മതി. 99.9 അല്ലെങ്കിൽ 99.98 അല്ലെങ്കിൽ 99.8 ഇങ്ങനെയൊക്കെ വന്നാൽ പ്രശ്നമല്ല. ഓക്കെ. 99 എത്തിയാലും പ്രശ്നമല്ല. അതിന് താഴേക്കോ അതിന് മുകളിലേക്ക് 101, 102 എന്നൊക്കെ കിട്ടുകയാണെങ്കിൽ പെർസെന്റേജ് തെറ്റാണ്. ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഓക്കെ. അപ്പൊ പെർസെന്റേജ് കണ്ടുപിടിച്ചു. അപ്പൊ ഒന്നാമത്തെ സ്റ്റെപ്പായി. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ്, ഈ കിട്ടിയിരിക്കുന്ന പെർസെന്റേജുകളെ നമ്മൾ എന്ത് ചെയ്യണം? 3.6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. തന്നിരിക്കുന്ന പെർസെന്റേജുകളെ 3.6 കൊണ്ട് ഗുണിക്കണം. ഓക്കെ. അപ്പൊ ഞാൻ ചെയ്യാൻ പോവാണ്. ആദ്യം പെർസെന്റേജ് ഞാൻ ഇങ്ങോട്ട് എഴുതിയിടുകയാണ്. 38.18, then 18.36, 43.45. ഞാൻ കിട്ടിയിട്ടുള്ള പെർസെന്റേജുകളെ ഇങ്ങോട്ട് എഴുതിയിട്ടു. ഇൻറ്റു 3.6, ഓരോന്നിനെയും 3.6 കൊണ്ട് എന്ത് ചെയ്യാണ്? മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ. അപ്പൊ എല്ലാത്തിനെയും 3.6 കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പൊ ശ്രദ്ധിച്ചോളൂ, ഞാൻ മൾട്ടിപ്ലൈ ചെയ്യണം. 38 ഇൻറ്റു 38.18 ഇൻറ്റു 3.6. എനിക്ക് കിട്ടിയ ആൻസർ 137.44 എന്നാണ്. എനിക്ക് കിട്ടിയ ആൻസർ ഇതാണ്. 137.44 എന്നുള്ള ആൻസർ കിട്ടി. ഓക്കെ. ഇനി അടുത്തതായിട്ട് ഞാൻ അടുത്തതിനെ ഗുണിക്കുകയാണ്. 18.36 ഇൻറ്റു 3.6. എനിക്ക് കിട്ടിയ ആൻസർ 66.09 എന്നാണ്. ഓക്കെ. എനിക്ക് ഇതിന്റെ കിട്ടിയ ആൻസർ 66.09 എന്നുള്ളതാണ്. ഇനി അടുത്തതിൻ്റെത് ഞാൻ ഗുണിക്കുകയാണ്. ഓക്കെ. എത്രയായിരുന്നു? 43.45 ഇൻറ്റു 3.6. എനിക്ക് കിട്ടിയ ആൻസർ 156.42 എന്നുള്ളതാണ്. 156.42. അപ്പൊ ആംഗിള്, കോണളവ് കിട്ടി. അപ്പൊ കോണളവ്, ഒരു വൃത്തത്തിന്റെ കോണളവ് എന്ന് പറയുന്നത് 360 ഡിഗ്രിയാണ്. അപ്പൊ ഈ കിട്ടിയ ആൻസറുകൾ ഒന്ന് കൂട്ടി നോക്കിയാൽ 360 കിട്ടുന്നുണ്ടോ നോക്കുക. അത് കിട്ടുന്നില്ലെങ്കിൽ വളരെ കുറവാണെങ്കിൽ തെറ്റാണ്, അതിൽ കൂടുതലാണെങ്കിൽ തെറ്റാണ്. അപ്പൊ ഞാനൊന്ന് കൂട്ടി നോക്കുകയാണ്. എനിക്ക് കിട്ടിയ ആൻസറുകൾ ഓക്കെ. 137.44 പ്ലസ് 66.09 പ്ലസ് 156.42. എനിക്ക് കിട്ടിയ ആൻസർ ഞാൻ അവിടെ എഴുതുന്നുണ്ട്. 359.95. കണ്ടാൽ നിങ്ങൾ 360 കറക്റ്റ് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ദശാംശങ്ങളുടെ വ്യത്യാസമേ ഉള്ളൂ. ഒരു 0.5 വ്യത്യാസം വരുന്നുള്ളൂ. അത് നമ്മൾ ശതമാനം കാണുമ്പോൾ പോയിന്റ് വരുന്നത് കൊണ്ട് ആ ഒരു വ്യത്യാസം എപ്പോഴും ഉണ്ടാവും. അപ്പൊ ഇത് ശരിയാണ് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല. അപ്പൊ 359 358 ഒക്കെയാണ് കിട്ടുന്നതെങ്കിൽ പ്രശ്നമില്ല, അത് വെച്ചിട്ട് ചെയ്താൽ മതി, തെറ്റില്ല. അതിലും കുറവ് 360 കിട്ടേണ്ടടുത്ത് 350 കിട്ടുക, അല്ലെങ്കിൽ 360 കിട്ടേണ്ട ടോട്ടല് 380 കിട്ടുക, അപ്പൊ തെറ്റാണെന്ന് അർത്ഥം. അപ്പൊ 3.6 കൊണ്ട് ഗുണിച്ചാൽ അതിന്റെ ടോട്ടല് 360 വരണം. ഈ കോളം കൂട്ടിയപ്പോ 360, എനിക്ക് 359.95 കിട്ടിയത്. ഈ 3.6 കൊണ്ട് ഗുണിച്ചത് മൊത്തം കൂട്ടിയിട്ട്. ഓക്കെ. അപ്പൊ ഇത് കണ്ടുപിടിച്ച് കഴിഞ്ഞു. അപ്പൊ ഞാൻ ഇവിടെ എന്തെങ്കിലും കണ്ടുപിടിച്ചു? ശതമാനം കണ്ടുപിടിച്ചു. ശതമാനം കണ്ടുപിടിച്ച ഗിവൺ ഇൻറ്റു ടോട്ടൽ ഇൻറ്റു 100 ഉള്ളത് ബൈ ആകെ ഇൻറ്റു 100. ഓക്കെ. ദെൻ ആംഗിൾ കണ്ടുപിടിക്കണമെങ്കിൽ ആ ശതമാനത്തെ, കിട്ടിയ ശതമാനത്തെ എന്തുകൊണ്ട് ഗുണിക്കണം? 3.6 കൊണ്ട് ഗുണിക്കണം. ഓക്കെ. ഇനി ഞാൻ അതിനെ നമ്മളെ പൈ ഡയഗ്രത്തിലേക്ക് വരയ്ക്കുകയാണ്. അപ്പൊ കണക്ക് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമ്മൾ പൈ ഡയഗ്രത്തിലേക്ക് വരാം. ഓക്കെ. ഇനി പൈ ഡയഗ്രാം വരയ്ക്കണം കേട്ടോ. പൈ ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ പൈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയാലോ? ഒരു കോമ്പസ് ഉപയോഗിച്ചിട്ട് ഒരു വൃത്തം വരയ്ക്കുക. അപ്പൊ എന്റെ കയ്യിൽ കോമ്പസ് ഇവിടെ ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട്
കോമ്പസ് ഉപയോഗിക്കാൻ പറ്റാത്തത് കൊണ്ട് നമ്മൾ ആദ്യം ഒരു വൃത്തം വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പൊ ഞാൻ റെഡ് ഇങ്ക് ഉപയോഗിച്ചിട്ടാണ് വരക്കുന്നത്, ശ്രദ്ധിച്ചോളൂ. ഓക്കെ, ഞാൻ കൈകൊണ്ട് വരച്ചതുകൊണ്ട് വൃത്തത്തിന് ചില കേടുകളൊക്കെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ വൃത്തം വരയ്ക്കുമ്പോൾ കോമ്പസ് കുത്തിയൊരു ഭാഗം ഉണ്ടാവും, ആ റേഡിയസ് എന്ന് പറയുന്ന ഭാഗം, അത് ആദ്യം അടയാളപ്പെടുത്തി വെക്കണം. മധ്യത്തിൽ നിങ്ങളെ പെൻസിൽ കൊണ്ട് അത് തന്നെ അടയാളപ്പെടുത്തണം, ആ കുത്തിയ ഭാഗം ഒന്ന് അടയാളപ്പെടുത്തുക. ആദ്യം ചെയ്തു കഴിഞ്ഞു. എന്നിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്നറിയോ. ഓക്കെ, നമ്മൾ സ്കെയിൽ എടുക്കുക. ഓക്കെ, സ്കെയിൽ എടുത്തിട്ട് ഈ റേഡിയസ് എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ നിന്ന് ഓക്കെ നേരെ കുത്തനെ മുകളിലോട്ട് കണ്ടോ, ഇങ്ങനെ വെച്ചിട്ട് നേരെ കുത്തനെ മുകളിലോട്ട് ഓക്കെ ഒരു ലൈന് വരയ്ക്കുക. വരച്ചു കഴിഞ്ഞു. ഓക്കെ, ഇനി ചെയ്യേണ്ടത് കോമ്പസ് ഉപയോഗിച്ച പരിപാടി കഴിഞ്ഞു. വൃത്തം വരച്ചു, റേഡിയസ് എടുത്തു, അതിന് മുകളിലോട്ട് വെച്ചു. ഇനി പൊട്ടാക്ടർ ആണ് ഉപയോഗിക്കേണ്ടത്. ഈ പൊട്ടാക്ടർ ഉപയോഗിക്കുക. എന്നിട്ട് പൊട്ടാക്ടറിൽ നമ്മൾ നേരത്തെ കണ്ടുപിടിച്ച ആംഗിൾ ഉണ്ടാവും. ഓക്കെ, ഞാൻ ആംഗിള് നിങ്ങളുടെ കൃത്യമായിട്ട് തന്നിട്ടുണ്ടാവും. ഈ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് ഞാൻ പറഞ്ഞു. അപ്പൊ എഴുതിയെടുത്തിട്ട് വേണം ഇത് മനസ്സിലാക്കാൻ. അപ്പോൾ ആദ്യത്തേതിൽ കൊടുത്തിട്ടുണ്ടായിരുന്നത് 137.44. ഓക്കെ, 137.44 നമ്മളുടെ ആംഗിള് തന്നിട്ടുള്ളത്. അപ്പൊ 137 അത് ഞാൻ 135 ആയിട്ട് എടുക്കുന്നു. ഓക്കെ, ജസ്റ്റ് ചെറിയ വ്യത്യാസത്തിന് വേണ്ടിയിട്ട് 137.44 ഉള്ളത് 137.5 ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ 137.5 എടുക്കുന്നു. ഓക്കെ, അപ്പൊ ഞാനിവിടെ പൊട്ടാക്ടർ വെക്കുമ്പോൾ അറിയാമല്ലോ, ഇങ്ങനെയാണ് പൊട്ടാക്ടർ വെക്കേണ്ടത്. ഇതിന്റെ മധ്യത്തില് ഓക്കെ എല്ലാവർക്കും അറിയാം, ഇതിന്റെ മധ്യത്തില് ഒരു ഇതുണ്ട്, പൊസിഷൻ ഉണ്ട്. ഈ ലൈന് കറക്റ്റ് ആയിട്ട് അവിടെ കൊണ്ടുവന്നിട്ട് അതിന്റെ മധ്യത്തിൽ വെക്കണം. ഓക്കെ, ഇതാ ഇങ്ങനെ. എന്നിട്ട് ഈ ലൈന് പൊട്ടാക്ടറിൽ ആദ്യത്തെ ലൈനും ഈ ലൈനും ഒരുമിച്ച് നിൽക്കണം. ഇങ്ങനെ വെച്ചു. എന്നിട്ട് അതിൽ നിന്ന് ഞാൻ 134 ഓക്കെ 4, 5 ആ ഒരു ലെവലില് എന്ത് ചെയ്തു എടുത്തിട്ടുണ്ട്. ഓക്കെ, ദെൻ സ്കെയിൽ എടുക്കുക. സ്കെയിൽ എടുത്തിട്ട് ഓക്കെ ഈ ഒരു പൊസിഷനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, അപ്പൊ ആദ്യത്തേത് കണ്ടുപിടിച്ചു. ഓക്കെ, ഒരു ചെറിയ വ്യത്യാസം നമുക്ക് ഇവിടെ ചെയ്യാനുണ്ട്. ഞാൻ വരച്ചു കൊടുത്ത് ഏറ്റവും വലുതാണ് നമുക്ക് ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഞാൻ എടുത്തത് രണ്ടാമത്തേതാണ്. ഏറ്റവും വലുത് എന്ന് പറയുന്നത് കൊമേഴ്സ് ആയിരുന്നു, 156 ആയിരുന്നു. അപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് മായ്ച്ചിട്ട് ഒന്നുകൂടി എടുക്കുകയാണ്. ഓക്കെ, ഏറ്റവും വലുതാണ് ആദ്യം എടുക്കേണ്ടത് കേട്ടോ, ഏറ്റവും വലുതാണ് ആദ്യം എടുക്കേണ്ടത്. റേഡിയസ് ഞാൻ ഒന്നുകൂടി വരയ്ക്കുകയാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യാന്നറിയാലോ. ഓക്കെ, കോമ്പസ് പൊട്ടാക്ടർ എടുക്കുക, ഇതിന്റെ മധ്യത്തിൽ വെക്കുക, എന്നിട്ട് കറക്റ്റ് ആയിട്ട് അളക്കുക. 156.42. അപ്പൊ 156 വരെ എത്തണം. ഓക്കെ, 156 ഇതാണ് ആദ്യത്തെ, ഏറ്റവും വലുതാണ് ആദ്യം എടുക്കേണ്ടത്. ഓക്കെ, ഏറ്റവും വലുതാണ് ആദ്യം എടുക്കേണ്ടത്. ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, വരച്ചു കഴിഞ്ഞു. ഇനി പൊട്ടാക്ടർ വീണ്ടും എടുക്കുക. അടുത്ത വലുത് ഏതാണ്? അടുത്തത് വലുത് ഉണ്ടായിരുന്നത് സയൻസ് ആണ്. ഓക്കെ, അപ്പൊ അതിൽ കൊടുത്തിട്ടുള്ളത് 137.44 ആണ്. അപ്പൊ ഇനി കോമ്പസ് ഇവിടെ അല്ല വെക്കേണ്ടത്, ഇനി ഇവിടെയാണ് വെക്കേണ്ടത്. ഓക്കെ, ഇതിനോട് കറക്റ്റ് ആക്കിയിട്ട് കോമ്പസ് വെക്കുക. സോറി, കോമ്പസ് അല്ല, പൊട്ടാക്ടർ. ഓക്കെ, പൊട്ടാക്ടർ ഇനി നമ്മൾ വരച്ച രണ്ടാമത്തെ ലൈനുമായിട്ട് കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് 137 പോയിന്റ്, അപ്പൊ 138 എടുക്കണം. ഞാൻ എടുത്തു. ഓക്കെ, 138 എടുത്തു. ഇവിടെയാണ് 138 വരുന്നത്. സ്കെയിൽ ഉപയോഗിക്കാം. ദെൻ ഇവിടെ നിന്ന് ഈ റേഡിയസ് ഇങ്ങോട്ട് ജോയിൻ ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് 3 മാത്രം ഉള്ളത് കൊണ്ട് ഇവിടെ എനിക്ക് 3 അടയാളപ്പെടുത്താനുള്ളൂ. അതുകൊണ്ട് അടുത്തത് എനിക്ക് പൊട്ടാക്ടർ വെച്ചിട്ട് അളന്ന് നോക്കേണ്ട ആവശ്യമില്ല. പൊട്ടാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അളക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എന്റെ ഇത് വരച്ച് കഴിഞ്ഞു. ഓക്കെ, ഇനി നമുക്ക് ഇതിന് ചില മെത്തേഡുകൾ, ഇത് മനസ്സിലാകാൻ വേണ്ടി ചില മെത്തേഡുകൾ നമുക്ക് ഇതിൽ ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പൊ നിങ്ങൾക്ക് സയൻസ് ഏതാണെന്ന് മനസ്സിലാവണമെങ്കിൽ ഇവിടെ സയൻസ് എന്ന് എഴുതിയിടാം. ഓക്കെ, സയൻസ്. ഓക്കെ, എത്ര ശതമാനമായിരുന്നു സയൻസ് എന്ന് പറയുന്നത്? 156.42.
186.42%. ഇവിടെ എങ്ങനെ എഴുതിയിടാം സയൻസ്, അതിൽ ഷെയ്ഡ് ചെയ്തിട്ട് ഇവിടെ നേരത്തമാരി കാണിച്ചാലും ഇങ്ങനെ എഴുതിയിട്ടാണ് നല്ലത്. അടുത്തത് രണ്ടാമത്തെ ഏതായിരുന്നു? രണ്ടാമത്തത് സോറി, ഇത് സയൻസ് അല്ലാതെ കൊമേഴ്സ് ആണ്. കൊമേഴ്സ്. രണ്ടാമത്തത് സയൻസ്. സയൻസ് ആണ് 137.44%. ദെൻ മൂന്നാമത് ഉണ്ടായിരുന്നത് ആർട്സ് ആണ്, അതിൻ്റെത് 66.09%. ഇങ്ങനെ അടയാളപ്പെടുത്തിയാൽ മതി. ഇങ്ങനെയാണ് എന്ത് വരയ്ക്കാം? പൈ ഡയഗ്രാം വരയ്ക്കാം. ഓക്കെ, അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഒരു ഹോംവർക്ക് എഴുതിയിടുന്നുണ്ട്, അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ കൃത്യമായിട്ട് ഒരു പൈ ഡയഗ്രാം വരയ്ക്കുക. കറക്റ്റ് ആയിട്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കും. അപ്പൊ നിങ്ങളുടെ ഹോംവർക്കാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഡ്രോ എ പൈ ഡയഗ്രാം ഫോർ ദി ഫോളോവിംഗ് ഡാറ്റ. തന്നിരിക്കുന്ന തത്തുകൾക്ക് ഒരു പൈ ഡയഗ്രാം വരയ്ക്കുക, ഒരു വൃത്താരേഖം വരയ്ക്കുക. 2 കോളങ്ങളുണ്ട്, ഐറ്റംസ്, ഇനങ്ങൾ, എക്സ്പെൻഡിച്ചർ, ചെലവുകൾ, ഇനങ്ങളും ചെലവുകളും. ഏതൊക്കെ ഇനങ്ങൾ? ഫുഡ്, ഭക്ഷണം, റെന്റ്, വാടക, എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസം, ക്ലോത്ത്, വസ്ത്രങ്ങൾ, മിസലേനിയസ്, പലവക. അപ്പൊ 5 ഐറ്റംസ് ആണ്, 5 ഇനങ്ങളാണ് തന്നിട്ടുള്ളത്. ഭക്ഷണം, വാടക, വിദ്യാഭ്യാസം, വസ്ത്രം, പലവക. അതിന് എക്സ്പെൻസസ് കൊടുത്തിട്ടുണ്ട്, എക്സ്പെൻഡിച്ചർ, ചെലവുകൾ കൊടുത്തിട്ടുണ്ട്. 800, 8000, 5000, 4000, 2000, 1000. അപ്പൊ ഇത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ പെർസെന്റേജ് കാണുക. പെർസെന്റേജ് കാണണമെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ആദ്യം ടോട്ടൽ കണ്ടുപിടിക്കാം. ടോട്ടൽ കണ്ടുപിടിക്കുക, പെർസെന്റേജ് കാണുക. ദെൻ ആംഗിൾ 3.6 കൊണ്ട് ഗുണിച്ചിട്ട് ആംഗിൾ കണ്ടുപിടിക്കുക. ദെൻ അത് ഉപയോഗിച്ചിട്ട് വൃത്താരേഖം പൈ ഡയഗ്രാം വരയ്ക്കുക. അതിന്റെ ആംഗിളുകൾ പ്രൊഫാക്ടർ ഉപയോഗിച്ച് കറക്റ്റ് ആയിട്ട് കണ്ടുപിടിച്ച് ചെയ്യുക. ഓക്കെ.